ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ടെൻഡർ കോക്കനട്ട് വാട്ടർ വെച്ചിട്ടാണ് ഡേ തുടങ്ങുന്നത്. കരിക്കിൻ്റെ വെള്ളം. ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്. റൂഫി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബേബി ഗേൾ. ജോറോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഷോറോ. സുഖി എണീറ്റിട്ടില്ല, നല്ല ഉറക്കം. സമയം 2:15. ഉച്ചയ്ക്ക് 2:15. പതുക്കെ നമുക്ക് സുഖീനെ എണീപ്പിക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഡബിൾ ഓംലെറ്റ് ഉണ്ട്, പിന്നെ ഒരു സോർഡോ ബ്രെഡിൻ്റെ ഒരു സ്ലൈസ്, ചെറി ടൊമാറ്റോസ് സോട്ടേ ചെയ്തെടുത്തു, പിന്നെ കുറച്ച് മാംഗോസ്. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ വേറൊരു പരിപാടി നടക്കുന്നുണ്ട്, കാണിച്ചു തരാ. ഇവിടെ മറ്റേ പാട്ട് ഇടപ്പ സുഖി. ഓലത്തുമ്പത്തിരുന്നു ഏലാടും ചെല്ലപ്പൈങ്കിളി, നിന്റെ ബാലഗോപാലനെ എണ്ണ തെപ്പിക്കുമ്പോ പാടടി. നീയാണ് ബാലഗോപാലൻ, നിന്നെ എണ്ണ തേപ്പിക്കുമ്പോ പാടട്ടെ. നല്ല എണ്ണയിൽ മുക്കി എടുക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് പൊരിച്ചാ മതി. ശരി, അടുത്ത ആള് അടിന്ന് വരട്ടെ. ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പിടിച്ചു കണ്ടുപിടിച്ചു. അവള് ഓടാൻ നോക്കിട്ടിരിക്കും. എന്താ സോറോ, പരാതി പറയാൻ വരിക? എന്തായി പരാതിയാ? ഡാഡി എന്ത് ചെയ്തു പോന്നിനെ? എണ്ണ തേപ്പിച്ചാടി. വാ മമ്മി എടുക്കാം. അവൻ പരാതി പറയാൻ വന്നതാ. ഒന്ന് എടുത്താ തീരും പരാതി, അത്ര. ആ ശരി ശരി, ഓക്കെ. ഇതാ നോക്കിപ്പോ റൂഫിന് എണ്ണ തേക്കണുണ്ടാ. നിന്നെ മാത്രല്ല റൂഫിനും തേച്ചു. എന്നിട്ട് 2 ആളിനെയും കുളിപ്പിച്ചു തരും ഡാഡി. ഓക്കെ, അവള് നീന്തി പോകും. ശരി, പരാതി മാറിയാ? ഇനി ഇവിടെ ഇരുന്ന് നോക്കിക്കോ റൂഫിനെ എങ്ങനെ എണ്ണ തേക്കണെന്ന്. അവിടെ ഇരുന്നിട്ട് നോക്കട്ടാ. അവിടെ ഇരിക്കേ. ശരി, നീ വേഗം തേച്ചിട്ട് കൈ കഴുകിയിട്ട് വായോ, കഴിക്കാം. ഇത് ഇവരുടെ എപ്പോഴും വാങ്ങണ ട്രീറ്റ് വാങ്ങിയപ്പോ ബ്ലിങ്കിറ്റിൽ കോംപ്ലിമെന്ററി കിട്ടിയതാണ് കേട്ടോ, ഡ്രൂൾസിന്റെ. അത് അവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരിടക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അയച്ചു തരും. അപ്പൊ നമ്മള് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ തിരിച്ചും ഓർഡർ ചെയ്യുമല്ലോ അതിന്. അപ്പൊ ഇത് ശരിക്ക് അപ് ടു 10 kg വെയിറ്റ് ഉള്ള ഡോഗ്സിന് ഒരു പോർഷൻ ഫുള്ള് കൊടുക്കുക, ഒരു മീലായിട്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇത് ഒരു മീലായിട്ടല്ലല്ലോ, ഇതിപ്പോൾ സാമ്പിൾ കിട്ടിയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോണു, 2 പേർക്കും ഹാഫ് ആക്കി കൊടുക്കണു. അതിൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിക്കൻ ബിരിയാണി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. ഞാൻ എടുത്തത് റിയൽ ചിക്കൻ ആൻഡ് വെജീസ് പറഞ്ഞ ഓപ്ഷനാണ്. സോ ഇതിൽ ചിക്കനും വെജീസും ഒക്കെ മിക്സ് ആയിട്ടുണ്ട്. നോക്കാം നമുക്ക് ഇവർക്ക് ഇഷ്ടപ്പെടുമെന്ന്. ടേസ്റ്റ് കൊടുത്തു നോക്കാം. ഒരു സ്പൂണിട്ട് എടുക്കുന്നതായിരുന്നു ബുദ്ധി. അയ്യോ വരുന്നില്ലല്ലോ. അവരിത് പാക്കറ്റിൽ എഴുതിയുള്ളത് ജസ്റ്റ് ഓപ്പൺ ആൻഡ് സ്ക്വീസ് അങ്ങനെയാണ്. ഇത് ടെട്രാ പാക്ക് പോലെയാണ്, നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ വേണമെങ്കിൽ ഈസി ആയിട്ട് കൊണ്ടുപോവാം. അപ്പോൾ നമുക്ക് വെജീസ് സെപ്പറേറ്റ് അങ്ങനെയൊന്നും കുക്ക് ചെയ്തെടുക്കാതെ വെജീസ് ആൻഡ് ചിക്കൻ രണ്ടും കൂടെ ഇങ്ങനെ കൊടുക്കാം. ശരി, ഞാൻ ഇതിന് ഒരു സ്പൂൺ എടുത്ത് കൊണ്ടുവന്ന് 2ലും ഫുൾ ഇടട്ടെ. വായോ. രണ്ടാൾക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ഫുള്ള് കഴിക്കോ ഇല്ലേ എന്നുള്ളതാണ് കാണുന്നത്. അവർക്ക് ഇഷ്ടപ്പെടുമോ നോക്കാം നമുക്ക്. ഓ സോറോ കഴിക്കുന്നുണ്ട്. റൂഫി പിന്നെ എല്ലാം കഴിക്കും. സോറോന് ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഫുഡ്, നമ്മൾ നോർമൽ ഫുഡ് കൊടുക്കണത് കഴിക്കാണ്ടാവുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി ട്രൈ ചെയ്യാം. പേരൻസ് ആണെങ്കിൽ ഡു ചെക്ക് ദിസ് ഔട്ട്. ഡ്രൂൾസിൻ്റെ റെഡി ടു ഈറ്റ് ഹോം കുക്ക്ഡ് ഗുഡ്നെസ് ഓഫ് റിയൽ ചിക്കൻ ആൻഡ് വെജീസ്. ഇവർക്ക് ഞാൻ സാധാരണ മാറ്റിലാട്ടോ വെച്ച് കൊടുക്കാറ്. ഇന്ന് മാറ്റ് ഇല്ലാത്തതുകൊണ്ട് നടന്നിട്ടിരിക്കുന്നുണ്ട്. റൂഫി ഫുഡിൻ്റെ ബൗളായിട്ട് നടന്നിട്ടിരിക്കുന്നുണ്ട്. സോറോ ഇവിടെ. ശരി, അപ്പോൾ അവർ കഴിക്കുന്നുണ്ട്. സക്സസ്. ഞാൻ ഒരു ലഞ്ച് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇന്നത്തെ മെയിൻ ഫുഡ്
ഉള്ള രീതിയിൽ ഒരു നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബസ്മതി റൈസ് വെച്ചിട്ടുള്ള ഒരു നെയ്ച്ചോറ്. നോക്കട്ടെ എപ്പോഴത്തേനും റെഡി ആവും നോക്കാം. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങിയെങ്കിലും അത് അവസാനിച്ചത് ഒരു കുക്കർ ബിരിയാണിയിലാണ്. കറിയും ചോറും സെപ്പറേറ്റ് ഉണ്ടാക്കാൻ മടിയായിട്ട് ഇപ്പോൾ ഒരു കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അരി എടുത്ത് വിസിൽ വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇന്ന് റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല, തിരക്കിട്ട് ചെയ്യാണ്. അതുകൊണ്ട് റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേ, അപ്പം ഞാൻ റെസിപ്പി കാണിക്കാം. അങ്ങനെ നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡിയായി. അതിനെ ഞാൻ നേരെ കുക്കറിൽ നിന്ന് ഒരു പാത്രത്തേക്ക് തട്ടി. ഇങ്ങനെ നമ്മൾ തട്ടി വെച്ചാലുള്ള ഗുണം എന്താ അറിയോ, അതിങ്ങനെ ഒട്ടി ഒട്ടി ഇരിക്കൂല, കുറച്ചിങ്ങനെ വിട്ട് വിട്ടിരിക്കും വറ്റൊക്കെ. ഇതാ എനിക്ക് കഴിക്കാനുള്ളത് എടുത്തു. ചോറ്, കുറേ ചിക്കൻ, തൈര്, സാലഡ്, പപ്പടം. സുഗി സോറോനെ ഉണക്കിയിട്ടിരിക്കുകയാണ്. സുഗി അത് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. ഇപ്പൊ തന്നെ ഓൾറെഡി 6:15 6:15 ഇത് ലഞ്ചല്ല, ഇത് ആക്ച്വലി എനിക്ക് ഡിന്നറാണ്. ഇനി ചിലപ്പോൾ കടയ്ക്ക് സാധനം വാങ്ങാൻ പോയ ഒരു ചായ കുടിക്കും, അത്ര തന്നെ. എൻ്റെ ഡിന്നർ ഇന്ന് കഴിഞ്ഞു. സോറോന്റെ കുളിയൊക്കെ കഴിഞ്ഞ് സോറോ ഇത് ഫുള്ള് ഉണങ്ങി റെഡിയായി സുന്ദരനായിട്ട് വന്നിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ അടുത്ത പ്രൊജക്റ്റ് ഇവിടെ റെഡി. இந்த പ്രൊജക്റ്റിനെ ഉണക്കി വിടണം. പ്രൊജക്ട് റൂഫീനെ ഉണക്കലാണ് ഇനി ടാസ്ക്. ഫാൻ ഇട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കേൾക്കുമോന്ന് അറിയില്ല. കാണാണ്ടല്ലോ അല്ലേ? കാണാണ്ടോ? ഉണക്ക റൂഫി. പാവം കുട്ടിയാണ് നമ്മളുടെ ഷുഗരി. അങ്ങനെ എല്ലാ മിഷനും കഴിഞ്ഞ് ഫൈനലി സുഗി കഴിക്കും. എങ്ങനെയുണ്ട് സുഗി ബിരിയാണി? അടിപൊളി. കുക്കർ ബിരിയാണി ഫേവറേറ്റ് അല്ലേ? എന്താടാ എന്താടി? ഈന് വേണ്ടിട്ടാ, ഈന്. പക്ഷെ ഇത് നിനക്ക് ഒരെണ്ണം തന്നതാ, നിനക്കിന്നില്ല. നിനക്കില്ല, നിനക്ക് മാത്രമേ ഉള്ളൂ. നീ ഗുഡ് ഗേൾ, നിനക്കില്ല. ഞങ്ങള് പിള്ളേരെയും കൊണ്ട് വാക്കിങ്ങിന് വന്നതാണ്. സമയം എന്താ 8 മണിയില്ലേ? 8 മണിയായി. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമോ? എപ്പോഴും വരുന്നവിടെ തന്നെ വന്നുള്ളത്. ഞാൻ ഫ്ലാഷ് ഇട്ടിട്ട് ഒരു പ്രാവശ്യം കാണിക്കാം. ഓടോടോട്. വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല, ഫ്ലാഷ് ഇട്ടാലും അടുത്ത് മാത്രം കാണിക്കാൻ പറ്റും. ശരി, അത് കുറച്ച് ലേറ്റായി വന്നോണ്ട് റോഡ് കുറച്ച് ഉണങ്ങിയില്ലേ? പാവം കൺട്രോൾ ചെയ്ത് അവസാനം സോറോ പറയാൻ തുടങ്ങി, വാവ് പറഞ്ഞിട്ട് എന്നെ കൊണ്ടോടോ പുറത്ത്. അപ്പൊ പിന്നെ വേഗം ഇനി ലേറ്റ് ആയാൽ പറ്റൂല പറഞ്ഞിട്ട് 8 മണിക്ക് കൊണ്ടുവന്നു. ഇന്ന് ഒരു അടിപൊളി ലേസി ഡേ ആയിരുന്നില്ല സുഗി? നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? നന്നായി കുളിപ്പിച്ചു. അതെ, നല്ല ഒരു ടൈം, ഒരു ക്വാളിറ്റി ടൈം അറ്റ് ഹോം ആയിരുന്നു ഇന്ന്. ഇനിയിപ്പോ കുറച്ച് മാത്രം പുറത്തു പോകും, 2-3 സാധനങ്ങൾ വാങ്ങണം, പിന്നെ ഒരു ചായ കുടിച്ചിട്ട് അങ്ങനെ തിരിച്ചു വരും. ഇരുട്ടത്താണ്. എനിക്കിവിടെ വരാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു കേട്ടോ, കാരണം ഇവിടൊക്കെ നിറയെ റോഡിന്റെ പണിക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവരൊക്കെ നമ്മളങ്ങനെ കാണുന്നുണ്ടെങ്കിലോ, somebody will be watching you അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പേടിയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, we can't put our safety on risk എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വരണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. സുഗി കൺവിൻസ്ഡ് മീ. അവൻ പറഞ്ഞു ഐ വിൽ പ്രൊട്ടക്ട് യു പീപ്പിൾ. മോളെവിടെ? മോള് വരും, അതാ പിന്നാലുണ്ട്. ഓക്കെ, വാ ഇനി നമുക്ക് നടക്കാം, ഇവരെ കാര്യം ഞാൻ തീർക്കാം. മദ്രാസ് ജ്യൂസ് ഒന്ന് ഇവിടെ, പിന്നെ ഒരാളുടെ തല അവിടെ ഉണ്ട്.
ഒരു കയ്യിൽ ഒരാളുടെ തല, ഒരു കയ്യിൽ ഒരാളുടെ തല. മദർ ഓഫ് ഷിറ്റ്സൂസ്. നല്ല പോവും കൂർക്കളിച്ച് ഉറങ്ങാൻ എല്ലാവരും കുടിച്ചതല്ല. അതുകൊണ്ട് പില്ലോ സൈസ് വലുതാക്കിയല്ലോ നമ്മള്. മറ്റേ ചെറിയ കുഷ്യൻ പില്ലോണ് വെക്കാറ്. പക്ഷെ ഇപ്പൊ രണ്ടാൾക്കും മടിയിലിരിക്കണം, അപ്പൊ പിന്നെ വലിയ പില്ലോ ആക്കി. ട്രാഫിക് കാണിച്ചു കൊടുക്ക്. ടുവേർഡ്സ് ചന്തപുര. നമുക്കിന്ന് ചന്തപുരന്റെ സ്റ്റാർട്ടിങ്ങിലാണ് പോണ്ടത്. അതുകൊണ്ട് നമ്മൾ ബാക്ക് സൈഡ് റൂട്ട് എടുത്തില്ല. തിരിച്ചു വരുമ്പോ എന്തായാലും ബാക്ക് സൈഡ് റൂട്ടിലാണ് വരിക. പക്ഷെ എത്താറായി. എത്താറൊന്നും ആയിട്ടില്ലാണ് കുഴപ്പമാണ്. ശരി, കോൺസെൻട്രേറ്റ്. എല്ലാ പ്രാവശ്യം നമ്മള് എല്ലാ പ്രാവശ്യം നമ്മള് ഫാമിലി ബിഗ് മാർട്ടാ പോവാറ്. ഇന്ന് നമ്മള് റിലയൻസിൽ വന്നിട്ടുണ്ട് സാധനങ്ങൾ വാങ്ങാൻ. പക്ഷെ ലിസ്റ്റ് ഇട്ടിട്ടാ വന്നത്. ലിസ്റ്റിൽ മീറി ഒന്നും വാങ്ങില്ല പറഞ്ഞു. ഒരേ സാധനം എക്സ്ട്രാ വാങ്ങിയിട്ടുള്ളൂ. ഈ ഇത് വേണ്ടേ, കാശ്മീരി ചില്ലി. എപ്പോഴും നമ്മള് കോക്കനട്ടും തലശ്ശേരിയൊക്കെ അല്ലേ ചായ പിടിക്കാൻ പോവാറ്. ഇന്ന് നമ്മള് വേറൊരു സ്ഥലത്ത് വന്നേക്കേട്ടാ. ബോർഡ് കാണാനുണ്ടോ നിങ്ങക്ക്? ചായ് ബൈറ്റ്സ് പറഞ്ഞിട്ട്. ചായ് ബൈറ്റ്സ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. മേലെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മള് ഓരോ ചായയും ബൺമസ്കയും പഴംപൊരിയും പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഇവിടെ ഉണ്ട്, ഒരാൾ അവിടെ ഉണ്ട്, രണ്ടാളും ഇവിടെ സെറ്റിൽ ആയിട്ടുണ്ട്. അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ. രണ്ട് ക്യൂട്ടി പൈസ് ചായ കുടിക്കണത് നോക്കിയിട്ടിരിക്കുകയാണ്. ബൺമസ്ക, പഴംപൊരി, ചായ. സോറോ ട്രെയിൻ ഇപ്പൊ വരും. ട്രെയിൻ അവിടെ ട്രെയിൻ വരില്ല. നമുക്കൊരു റെയിൽവേ ക്രോസ് കിട്ടും ബാക്കിൽ കൂടെ വരുമ്പോ. എന്താ കുഞ്ഞാ? ട്രെയിനാ കുഞ്ഞേ? ഈ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കിട്ട. നമ്മൾ ചന്തപുരന്ന് ബാക്ക് സൈഡ് റൂട്ടിൽ വീട്ടിലേക്ക് പോകുമ്പോ നമുക്കൊരു റെയിൽവേ ക്രോസ് കിട്ടും. അത് കഴിഞ്ഞു ഇനി നമ്മൾ വീട്ടിലേക്ക്. ഇന്ന് ഞങ്ങൾ ഇവിടെ മൂവി നൈറ്റ് ആണ്. മൂവി നൈറ്റിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ബെഡ് എല്ലാം ഇവിടെ റെഡിയാക്കി രണ്ടാൾക്കും. ഇനിതാ എനിക്ക് കുടിക്കാൻ ടെൻഡർ കോക്കനട്ട് വാട്ടർ, പ്രിങ്കിൾസ്, പിന്നെ സുഗി പോപ്കോൺ ഉണ്ടാക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഫുഡ് കൊടുത്തു. ഇനി മൂവി സെറ്റാവും. ഹെയിൽ മേരിയാണ്, പ്രൊജക്ട് ഹെയിൽ മേരിയാണ് കാണാൻ പോണ മൂവി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓൾറെഡി കണ്ടിട്ടുണ്ടാവും എല്ലാവരും തിയേറ്ററിൽ. ഞങ്ങൾ ഈ മൂവി തിയേറ്ററിൽ പോയി കണ്ടില്ലായിരുന്നു.